രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എനിക്കറിയില്ല, പരാതി വരുമ്പോ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. പരാതി ഇൻസ്പെക്ട് ചെയ്യാൻ നോക്കാൻ അവർ നോക്കട്ടെ. ഓ അല്ല, നിങ്ങൾ ഉപദേശം തരുവാണോ എന്താണ്? അത് അത് അല്ല, ഞാനൊന്നും പറഞ്ഞല്ലോ. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല അല്ല, എന്താണ് നിങ്ങളുടെ ചോദ്യം? ചോദിച്ചാൽ കൃത്യമായി ചോദിച്ചാൽ ഞാൻ പറയാം. അങ്ങനെ ഭൂമി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ ഭൂമി, ആ വീട് എന്റെ അല്ല, ഒരു കമ്പനീന്റെ ആണ് എന്ന് ഞാൻ കൃത്യമായി ഇന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. പോരെ? അല്ല, വീടുണ്ട്, നല്ല വീടുമാണ്. ഞാൻ വളരെ സ്നേഹത്തോട് ഉണ്ടാക്കിയൊരു വീടുമാണ്. അതെല്ലാം കറക്റ്റാ. പക്ഷെ ആ വീട് എന്റെ പേരിലല്ല. അതാണ് പോയിന്റ്. അതെ, ഓക്കെ, അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. വീട് ഓൺ ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പാർട്ട്ണറാണ് ഞാൻ. ഇലക്ഷൻ കമ്മീഷൻ എഫിഡവിറ്റ് പ്രകാരം നിങ്ങൾ ഒരു കാൻഡിഡേറ്റിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് കാൻഡിഡേറ്റിന്റെ ഡയറക്റ്റ് ഇൻട്രസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ആ എഫിഡവിറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതാണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഇൻട്രസ്റ്റ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ഫേക്ക് ആണോ റിയൽ ആണോ എവിടെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു മെയിലും കിട്ടിയില്ല. എനിക്ക് മെയിൽ കിട്ടിയില്ല. എന്തോ? അത് കമ്മീഷനോട് ചോദിച്ചാൽ പോരെ. ഞാൻ കമ്മീഷനല്ലോ. ഇനിയിപ്പോ എല്ലാം എന്നെ ആക്കണ്ട. എന്തെത്തിയാണോ? അത് ഞാനല്ല കേട്ടോ. ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോ ഇവര് ഒരു വണ്ടിയിൽ പോവായിരുന്നു. നിങ്ങൾ BJP കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. ഞങ്ങള് എന്താ ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, കന്യാകുമാരിയിൽ പോവാണ്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നു. അപ്പൊ എന്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അവര് വന്ന് പിന്നെ എന്താ ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. അവര് പോയി. അതെ, രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പരിഗണനയിലാണ് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട തീരുമാനം അല്പസമയത്തിനകം വരും. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വാർത്താ സമ്മേളനം. അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്, അവരുടെ പേരിലാണ് ആ വീട് എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്റ്റീവ് അനുസരിച്ച് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യങ്ങളിൽ മാത്രമാണ് വ്യക്തമാക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് വിചാരിക്കാം. ഏതായാലും നമുക്ക് വളരെ പെട്ടെന്ന് തലക്കെട്ടുകൾ നോക്കാം. ഡീൽ ആരോപണം കത്തുന്നു. 10 സീറ്റിൽ BJP CPIM ഡീൽ എന്ന പ്രതിപക്ഷ നേതാവ്. കോന്നിയിൽ CPM BJP ഡീൽ ഉണ്ടെന്ന് UDF കൺവീനർ. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആ സത്യങ്ങൾ പറയേണ്ടടുത്ത് പറയണ്ടേ? ഞങ്ങൾ ആ ഡീല് നടന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അത് അവകാശപ്പെടുന്നു പറയുന്നതിനും ചില കാരണങ്ങളുണ്ടല്ലോ. ഞങ്ങളൊന്നും കാണാതെ പറയുന്നവരാണ് എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. ഡീൽ ആരോപണം വിചിത്രമെന്ന് മുഖ്യമന്ത്രി. തൃശ്ശൂരും ഒരു ഹാഫ് ട്രൂത്ത് എടുത്തിട്ട് ഒരു ഫുൾ നുണ ഉണ്ടാക്കുന്ന ഒരു ശ്രമം. ഞങ്ങളുടെ തന്ത്രം ഞങ്ങൾ മനസ്സിലാക്കി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കാൻഡിഡേറ്റ് തീരുമാനിക്കുന്നത്. തൃപ്പൂണിത്തറ ഡീൽ ആരോപണം തള്ളി മുഖ്യമന്ത്രി. ചെറ്റത്തരം പ്രയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല. സുധാകരന്റേത് രാഷ്ട്രീയ ചെറ്റത്തരമെന്നാണ് പറഞ്ഞത്. അത് നിലപാടിന്റെ ഭാഗമാണെന്നും വിവാദമാക്കിയതിന് പിന്നിൽ മാധ്യമ അജണ്ടയെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. നാടുനീളെ വ്യഭിചരിച്ചു നടന്നയാളെ സതീശൻ ന്യായീകരിച്ചെന്ന് പിണറായി. മുഖ്യമന്ത്രി അവൾക്കൊപ്പമല്ല, വൃത്തികേട് കാണിക്കുന്ന അവന്മാർക്കൊപ്പമെന്ന് പ്രതിപക്ഷ നേതാവ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. പത്രിക നൽകിയത് 1252 പേർ. കൂടുതൽ പേർ പത്രിക നൽകിയത് കൊടുവള്ളി മണ്ഡലത്തിൽ
വ്യാഴാഴ്ച വരെ പിൻവലിക്കാം. ഇസ്രായേലിലേക്ക് വ്യാപക ആക്രമണം നടത്തി ഇറാൻ. ടെൽ-അവീവിൽ കനത്ത നാശം, നിരവധി പേർക്ക് പരിക്ക്. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണവും ശക്തം. ക്രൂഡ് ഓയിൽ വില ഇന്നും 100-ന് മുകളിൽ. യുദ്ധവിരാമത്തിലെ ആശങ്കയിൽ വീണ്ടും കുതിച്ച എണ്ണവില. ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 കടന്നു. കൂടിയത് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ. ഇന്നലെ $90 താഴ്ന്ന വില. ചരിത്രമാകാൻ വനിതാ ബിൽ വരുന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ആകും. ഇതിൽ 273 എണ്ണവും വനിതകൾക്ക്. കേരളത്തിൽ 30 ലോക്സഭാ സീറ്റുകളും 210 നിയമസഭാ സീറ്റുകളും. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതി വിധി ഇന്ന്. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിൽ വിധി പറയും. തർക്കപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും കോടതി. വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതിയെ സമീപിച്ചത് പരസ്യങ്ങളിലെയും AI ഉള്ളടക്കത്തിലെയും അനധികൃത ഉപയോഗത്തിനെതിരെ. ഡീൽ ആരോപണം കനക്കുന്നു. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ നേമത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരം മറച്ചുവെച്ചെന്നായിരുന്നു UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന്റെ പരാതി. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഇപ്പോൾ BJP നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് സന്തോഷ് 3 സെറ്റ് പത്രികകളും സ്വീകരിച്ചു. BJPയുടെയും കോൺഗ്രസിന്റെയും CPMന്റെയും പരാതികൾ തള്ളിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി. ശബരിനാഥൻ ശബരിനാഥൻ UDF സ്ഥാനാർത്ഥി ശബരിനാഥനാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നത്. ഇന്നലത്തെ അദ്ദേഹം ആരോപിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ 200 കോടിയുടെ സ്വത്ത് വിവരം മറച്ചുവെച്ചു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ഇത് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകുന്ന ഫോം 26-ലെ സത്യവാങ്മൂലത്തിന്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ പത്രിക തള്ളണമെന്നായിരുന്നു ആവശ്യം. ഇന്ന് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മപരിശോധനാ വേളയിലും അതേ നിലപാട് ശബരിനാഥൻ മുന്നോട്ട് വെച്ചു. ശബരിനാഥൻ അഭിഭാഷകരും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. CPMും പത്രിക തള്ളണമെന്ന ആവശ്യം ഈ സൂക്ഷ്മപരിശോധന വേളയിൽ ഉന്നയിച്ചു. ഏതായാലും അത് തള്ളാനുള്ള തീരുമാനമല്ല, പകരം ആ പത്രിക സ്വീകരിക്കുകയാണ് റിട്ടേണിംഗ് ഓഫീസർ ചെയ്തത്. വേണമെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാമെന്ന നിലപാടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് ഇതിനെതിരെ കോടതിയിൽ പോയേക്കും. 200 കോടിയിൽ പരം രൂപയുടെ സ്വത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സത്യവാങ്മൂലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാൻ ഇപ്പോൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആ വിവരം മറച്ചുവെച്ചു. അത് ബോധപൂർവമാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇതിൽ വിശദീകരണം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പായതിനെ തുടർന്ന് CPMും കോൺഗ്രസും നടത്തുന്ന നീക്കങ്ങളാണെന്ന വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. 3 സെറ്റ് പത്രികകളാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. ആ 3 സെറ്റ് പത്രികകളും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതിനെതിരെ കോടതിയിൽ പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അല്പസമയത്തിനകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയായ KS ശബരിനാഥന്റെ പ്രതികരണം വിഷയത്തിൽ ഉണ്ടാകും. ഇതിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ BJP സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം പരാതികൾ വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കേസുകളായി പോകുന്നതിനപ്പുറത്തേക്കുള്ള യാതൊരു പ്രാധാന്യവും ഇതിനില്ല. 5 ലക്ഷത്തിൽ പരം രൂപ കഴിഞ്ഞ ആഴ്ചയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്തിന് വേണ്ടി നികുതി ഒടുക്കിയത്. അതുകൊണ്ട് തന്നെ അത് ഒളിച്ചു വയ്ക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായല്ല, ഇത് സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ്. അത് വേണമെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് പത്രിക തള്ളേണ്ട ഒരു ഗ്രൗണ്ടും ഇതിലില്ല എന്ന വാദമാണ് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഏജന്റും അതുപോലെ തന്നെ അഭിഭാഷകരും ഈ സ്കൂട്ടറി നാമനിർദ്ദേശ പത്രിക പരിശോധന വേളയിൽ ഉന്നയിച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ ലേബർ ഓഫീസർ കൂടിയായ നിയമമണ്ഡലത്തിന്റെ ഭരണാധികാരി രാജീവ് ചന്ദ്രശേഖരന്റെ 3 പത്രികകളും സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ടായിരുന്നു. തനിക്ക് 200 കോടി രൂപയുടെ സ്വത്തില്ല. ഇത് കോൺഗ്രസ് ഒക്കെ 2008 മുതൽ ഉന്നയിക്കുന്ന ആരോപണമാണ് എന്നും മറ്റുമാണ്. കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന പരാതി അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലെ വീടുമായി ബന്ധപ്പെട്ടായിരുന്നുവല്ലോ. അതിൽ എന്ത് വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്? ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്.
അത്തരം ഒരു തരത്തിലുള്ള സ്വത്ത് വിവരവും മറച്ചു വച്ചിട്ടില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രധാന നിലപാട്. രാഷ്ട്രീയമായ ഒരു ആരോപണം മാത്രമാണ്. കോൺഗ്രസ് നേതാവിന്റെ പരാതി കഴമ്പില്ലാത്തതാണ്. 200 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന പരാതി തനിക്ക് 200 കോടി സ്വത്തല്ല തനിക്കുള്ളത് എന്ന ഒരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായി നേരത്തെ സംസാരിച്ച BJP നേതാവ് പത്മകുമാറും പറഞ്ഞത് തന്നെയാണ്. 3 മണിക്കൂറുള്ള സമയം വെറുതെ കോൺഗ്രസ് നേതാവ് പാഴാക്കുകയായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊരു മാധ്യമങ്ങളിലൂടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്ന ഒരു വിമർശനമാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു കഴമ്പുമില്ല എന്നാണ് BJPയുടെ വാദം. ഏതായാലും കൃത്യമായ ഒരു ലംഘനം, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ സത്യവാങ്മൂലത്തിൽ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കൃത്യമായ തെരഞ്ഞെടുപ്പ് കേസായി നിലനിൽക്കുന്ന ഗ്രൗണ്ടുകളുള്ള കേസാണ്. മാത്രവുമല്ല ഈ ഫോംസ് 26 തെറ്റായ രേഖകൾ, തെറ്റായ സത്യവാങ്മൂലം നൽകി അതുതന്നെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള കൃത്യമായ ഗ്രൗണ്ട് അതിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ നിലപാട് സ്വീകരിച്ചതെന്ന് വ്യക്തമല്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഏതായാലും ഇതൊരു തെരഞ്ഞെടുപ്പ് കേസായി മാറും. രാജീവ് ചന്ദ്രശേഖരനെ മത്സരിക്കാം. അദ്ദേഹത്തിന്റെ 3 സെറ്റ് പത്രികകളും തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത് തള്ളിപ്പോയെങ്കിൽ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി BJPക്ക് ഉണ്ടാകുമായിരുന്ന സംഭവമാണ്. കാരണം BJP ഏറ്റവും അധികം പ്രതീക്ഷയോട് കൂടി കാണുന്ന മണ്ഡലമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. നേരത്തെ താമര വിരിഞ്ഞ മണ്ഡലം കൂടിയാണ് നേമം. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ BJPക്ക് രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ BJPയുടെ നിലപാടാണ് ശരിയെന്ന് തൽക്കാലത്തേക്കെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് റിട്ടേണിംഗ് ഓഫീസർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ പരാതിക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. സ്വാഭാവികമായും നേരത്തെ തന്നെ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ഇത് കോടതിയിൽ പോകും. പ്രധാനമായും ശബരിനാഥനും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും ഒക്കെ വാദിച്ചത് 2024 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചിരുന്നു. അന്ന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ സ്വത്തിന്റെ വിവരം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിലാകുമ്പോൾ ആ വിവരം മറച്ചുവെച്ചു. ഇത് ബോധപൂർവമായ ഇത്തരത്തിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചാൽ അത് പത്രിക തള്ളുന്നതിനുള്ള കൃത്യമായ ഗ്രൗണ്ടായി മാറുമെന്ന വാദമാണ് ശബരിനാഥനും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മൃദുൽ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വച്ചത്. എന്നാൽ ആ വാദം റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചില്ല. പത്രിക സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതിനൊരു തെരഞ്ഞെടുപ്പ് കേസായി മാറും. അതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അദ്ദേഹത്തിന് 3 സെറ്റ് പത്രികകളും സ്വീകരിക്കുകയാണ് റിട്ടേണിംഗ് ഓഫീസർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. വിവരം മറച്ചുവെച്ചുവെന്ന ആരോപണം തെറ്റെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേമത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. സ്വത്ത് സമ്പാദനത്തിൽ കോൺഗ്രസിന് പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് വരാം. തനിക്ക് 200 കോടിയുടെ സ്വത്തില്ല, കോൺഗ്രസിന്റേത് വിഡ്ഢിത്തരമെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരെയും പരാതിയുണ്ട്. യഥാർത്ഥ വരുമാനം പത്രികയിൽ കാണിച്ചില്ലെന്നാണ് ആരോപണം. LDFും NDAയും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി. അഭിഭാഷകൻ എന്ന നിലയിലുള്ള വരുമാനം പത്രികയിൽ ഇല്ല. ഇതടക്കം 3 പരാതികളുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്? നിലനിൽക്കുന്നതാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ആജ്ഞയല്ല, നവമിയിലേക്ക് വരാം. നവമി, ഇതെന്താണ് ഇതിൻ്റെ ഒരു സ്വഭാവം? എന്താണ് ഈ പരാതിയുടെ? രഞ്ജിത്ത്, കളക്ടറേറ്റിൽ, കാക്കനാട് കളക്ടറേറ്റിൽ ഈ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനിടയിലാണ് 3 പരാതികൾ എത്തിയിരിക്കുന്നത്. അതിലൊന്ന് പറവൂർ മണ്ഡലത്തിലെ തന്നെ LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററും ഒരു പരാതി നൽകിയിട്ടുണ്ട്. പിന്നീട് തന്നെ NDAയും ഈ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പ്രധാനമായും പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആസ്തി കുറച്ചു കാണിച്ചു, വരുമാന സ്രോതസ് വെളിപ്പെടുത്തിയിട്ടില്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും മാത്രമേ ഈ പത്രികയിൽ നൽകിയിട്ടുള്ളൂ, തുക എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, അതോടൊപ്പം തന്നെ അഭിഭാഷകനാണെന്ന് പറഞ്ഞെങ്കിലും വരുമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഔദ്യോഗിക വാഹനത്തിന്റെ പെനാൽറ്റി അടച്ചിട്ടില്ല എന്നുകൂടി അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം കൈവശമുള്ള സ്വർണത്തിന്റെ തിരിച്ചു വരാം. നവമി തുടരുക. ഇപ്പോൾ ശബരിനാഥൻ നേമത്തെ UDF സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ ബഹുമാനപ്പെട്ട ROI കൊണ്ടെന്നുള്ള മനസ്സിലാക്കുന്നു. ശക്തമായിട്ടുള്ള നിയമത്തെ നടപടികളുമായി UDF മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ ബാക്കി ലീഡർഷിപ്പ് അടക്കം പറയും. കോടതിയിലേക്ക് തന്നെ ഈ വിഷയം മുന്നിൽ കൊണ്ടുപോയിട്ട് അത് ക്രിമിനൽ ഒഫൻസാണ്. ആ ക്രിമിനാലിറ്റിയുടെ ആസ്പെക്റ്റിൽ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളിത് കണ്ടുപിടിച്ചപ്പോഴാണ് 408 കണ്ടുപിടിച്ചപ്പോൾ ഇതേപോലെ വേറെ പ്രോപ്പർട്ടികളുണ്ട്, 417, 411. അപ്പോൾ 1 തേടി പോയപ്പോൾ 2 പ്രോപ്പർട്ടികൾ നമുക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, അതൊക്കെ പ്രോപ്പർട്ടി ഉണ്ടാകുന്നതിന് തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിന് 1000 പ്രോപ്പർട്ടി ഉണ്ടാവട്ടെ, തെറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് മറച്ചു വയ്ക്കുന്നു? പ്രധാനപ്പെട്ട ചോദ്യം
മലയാളികളോടും നേമത്തുള്ള വോട്ടർമാരോടും പറയുന്നുള്ളത് എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? ഇത് മറച്ചു വെച്ചാൽ വേറെന്തൊക്കെ അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ CPM-ലെ സുഹൃത്തുക്കളോട് നിങ്ങളിൽ നമ്മൾ നിരാശരാണ്. ഇത്രയധികം ഇന്നലെ എല്ലാ ചാനലുകളും ക്യാരി ചെയ്തൊരു വിഷയം, അത് കൂടുതൽ പഠിച്ച് UDF രേഖകൾ സഹിതം നമ്മൾ ഇത് കൊടുത്തപ്പോൾ ഒരു തുണ്ട് കടലാസ് പോലും കൊടുക്കുവാൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് LDF ഭയപ്പെടുത്തുന്നു? നേമത്ത് ഞാനും നിങ്ങളുമൊക്കെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് NDA ആണ്. നമ്മളെല്ലായിടത്തും നമ്മളും പറയുന്നതും LDF പറയുന്നതും BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രൂട്ടനി സമയത്ത് ഏറ്റവും നല്ല അവസരം LDF BJPയുടെ ഭാഷയിൽ സുവർണാവസരം കളഞ്ഞത് LDF ആണ്. ഈ ഒരു അവസരം സ്ക്രൂട്ടനിയിൽ LDF കളഞ്ഞത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്. BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് LDF ആണ്. ഞാൻ ഉറപ്പ് നൽകുന്നു, ഇവിടെ BJPയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടാൻ പോകുന്നത് UDF ആണ്. BJP സ്ഥാനാർത്ഥി പറയുന്നു അദ്ദേഹത്തിന് ഉടമസ്ഥതയില്ല, ഇങ്ങനെ മറച്ചു വെക്കാൻ മാത്രം ബുദ്ധിയാണ് അദ്ദേഹം. പിന്നെ എന്തിനാ 4 ദിവസം മുമ്പ് അദ്ദേഹം, ഞാൻ എല്ലാവർക്കും അയച്ചു തരാമല്ലോ, 4 ദിവസം മുമ്പ് 5 ലക്ഷം രൂപ, ഞാൻ ഈ അമൗണ്ട് കേട്ട് കിണിക്കും. നമ്മളൊക്കെ സാധാരണ വീട്ടുകാർ അടയ്ക്കുന്നതിൻ്റെ റേറ്റ് അറിയാമല്ലോ. 5 ലക്ഷം രൂപ വീട്ടുകാർ അടയ്ക്കണമെങ്കിൽ എന്തുമാത്രം വാല്യൂ ഉള്ളതാണ്. വസ്തുക്കൾ അടയ്ക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിനൊന്നും മറക്കാനില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള രേഖയില്ലേ, ഞാൻ വേറെ ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടില്ല. നെറ്റിലുള്ള ഓൺലൈൻ സംവിധാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണത്തിൽ നിന്ന് അടിച്ച രേഖ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു ഓപ്പൺ ഡിസ്കഷന് തയ്യാറാണ്. സമയമില്ല. നേമത്തിൻ്റെ വികസനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അസറ്റുകളെക്കുറിച്ചുമുള്ള ഒരു ഓപ്പൺ ഡിസ്കഷന് ഞാൻ തയ്യാറാണ്. നമ്മൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ടാക്സ് അടച്ചാലും ഇല്ലെങ്കിലും ഈ വസ്തു ഉണ്ടോ ഇല്ലയോ? ഇപ്പം എനിക്കൊരു വസ്തു ഉണ്ട്, ആ വസ്തു കാണിക്കുക എന്നുള്ളതാണ് 26 അഫിഡവിറ്റ് അനുസരിച്ച് കാണിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ടാക്സിൻ്റെ വിഷയമല്ല. നിങ്ങൾ ടാക്സ് അടച്ച വസ്തു നിങ്ങളുടെ വസ്തുവാണെന്ന് പറയുന്ന ഈ പറഞ്ഞ 17/3/2026 ടാക്സ് അടച്ചതാണ്. 408 കോറമംഗല 3rd ബ്ലോക്ക്. ആ പ്രദേശം അറിയാവുന്ന ആളുകൾ, ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും പോഷായിട്ടുള്ള ലൊക്കാലിറ്റിയാണ് കോറമംഗല 3rd ബ്ലോക്കൊക്കെ. അവിടെ 408 നമ്പർ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ 17 മാർച്ചിന് നിങ്ങൾ കരമടച്ചിട്ട് ആ സ്ഥലം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അഫിഡവിറ്റിൽ കാണിക്കുന്നില്ല? നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന വീടാണെങ്കിൽ, കഴിഞ്ഞ ലോക്സഭ നിങ്ങൾ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ പേരാണ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് കാണിച്ച ഒരു വീട്, എൻ്റെ വീട് ശാസ്ത്രമംഗലത്തെ അഭയം എന്നുള്ള വീടാണ്. അഭിമാനത്തോടെ നമുക്ക് കാണിക്കേണ്ടതില്ലേ കാര്യങ്ങളൊക്കെ? ഓക്കെ. ശബരിനാഥൻ ഈ വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു. ആ വിഷയത്തിൽ നേമത്തെ വിഷയത്തിൽ കോടതിയിലേക്ക് പോകുമെന്നാണ് ശബരിനാഥൻ്റെ വിശദീകരണം. നമുക്ക് VD സതീശൻ്റെ എതിരെയും പരാതിയുണ്ട്. നവമി, തുടരാം. രഞ്ജിത്ത്, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനത്തിന് പെനാൽറ്റി അടച്ചിട്ടില്ല എന്നുകൂടി ടൈസൺ മാസ്റ്റർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഈ പരിവാഹൻ സൈറ്റ് വഴി നോക്കിയപ്പോഴാണ് പിഴ അടച്ചിട്ടില്ല എന്ന് മനസ്സിലായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വിനോദസഞ്ചാര വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പ്രകാരം അതിന് പെനാൽറ്റി ഇല്ല, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനത്തിന് പെനാൽറ്റി ഇല്ല എന്നൊരു മറുപടിയാണ് അവർ നൽകുന്നത്. എന്തായാലും ഇരുവരോടും ഈ പരാതി നൽകിയവരോട് രേഖാമൂലം അത് സമർപ്പിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും VD സതീശന്റെ പ്രതികരണം കൂടി, അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഈ പത്രികയിൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 3 മണിയോടുകൂടി ഈ VD സതീശന്റെ ഈ പത്രികയിലെ ഒരു അന്തിമ തീരുമാനം അറിയാൻ സാധിക്കും. എന്തായാലും VD സതീശന്റെ പ്രതികരണത്തിന് കൂടി കാത്തിരിക്കുകയാണ്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് അദ്ദേഹത്തിന്റെ ആസ്തിയിലെ മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഗോൾഡിന്റെ, കൈവശമുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ചില അവ്യക്തതയുണ്ട്. അത് കൃത്യമായിട്ടുള്ള തുകയല്ല പരാമർശിച്ചിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ പറഞ്ഞ പോലെ സമയം വ്യാഴാഴ്ച വരെയാണുള്ളത്. ഇതിനിടയിൽ തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇന്നിപ്പോൾ സ്ക്രൂട്ടണി അവിടെ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണം അതിശക്തമായി സജീവമാകുന്നത്. കോന്നിയിൽ CPM BJP ധാരണ എന്ന ആരോപണത്തിൽ UDF ഉറച്ചു നിൽക്കുകയാണ്. കോന്നി സീറ്റ് BDJSന് വിട്ടുകൊടുത്തതിലാണ് ഒത്തുകളി ആരോപിക്കുന്നത്. എന്നാൽ ഇത് നിഷേധിച്ച് BJP അധ്യക്ഷനും രംഗത്തെത്തി. ഒരു ഡീല് നടക്കുന്നു എന്നുള്ളതാണല്ലോ. അവിടെ CPM-നെ സഹായിക്കുന്നു BJP എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ 2011 മുതൽ കോന്നിയിലെ സാഹചര്യം നോക്കിയാൽ അവിടുത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അടൂർ പ്രകാശ് അല്ലേ. അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വോട്ട് കൂടും. ഏതാണ്ട് 72,000 വോട്ട് വരെയൊക്കെ വന്നിട്ടുണ്ട്. താങ്കൾ ഇല്ലാത്തപ്പോൾ വോട്ട് താഴോട്ട് പോകും. അവിടെ എന്തിനാണ് BJP CPM ഡീൽ എന്ന് പറയുന്നത്? അല്ല, അവിടെ ഉള്ള ഒരു പ്രശ്നം, അവിടെ സുരേന്ദ്രൻ മത്സരിച്ചു. സുരേന്ദ്രൻ മത്സരിക്കുന്ന അവസരത്തിലുള്ള വോട്ടിംഗ് ഷെയറും അതിനുശേഷം മത്സരിച്ച ആളിന് കിട്ടിയ വോട്ട് ഷെയറും ആയി പരിശോധിച്ച് നോക്കുമ്പോൾ LDFിലേക്ക് ആ വോട്ടുകൾ പോയി എന്നുള്ളതിൻ്റെ
ഒരു പ്രധാനപ്പെട്ട തെളിവാണ് രണ്ടാം തവണ അവിടെ ജയിക്കാൻ ഉള്ള അവസരം LDF-ന് കിട്ടിയത്. ഇതാണ് ശരി. ചെങ്ങന്നൂരിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തി, പക്ഷേ പാർട്ടിക്കകത്ത് ഭയങ്കര കലാപം ഉണ്ടാക്കുന്ന ആളെ നിർത്തി കൊടുത്തു. വീണ്ടും ആറന്മുളയിൽ ഘടകകക്ഷിക്ക് കൊടുക്കാൻ പോയപ്പോൾ BJP-യിൽ കലാപം ഉണ്ടായതുകൊണ്ടാണ് കുമ്മനന്റെ ആശയത്തിന് സീറ്റ് കൊടുത്തത്. അപ്പൊ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിലെ ഡീലാണ്. PD സതീശൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. അദ്ദേഹം ഉദാഹരണ സഹിതമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അളക്കാമല്ലോ. അല്ല, ഒന്ന് പാലക്കാട്, പിന്നെ പത്തനംതിട്ടയിലെ 2 മണ്ഡലങ്ങൾ, 10 മണ്ഡലങ്ങൾ മൊത്തമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ 3 എക്സാമ്പിൾ എടുക്കാം. പാലക്കാട് BJP ജയിക്കുന്നതിന് വേണ്ടി CPM ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തി. അതേ സമയത്ത് പത്തനംതിട്ടയിൽ രണ്ട് മണ്ഡലം, റാന്നി എന്ന് പറഞ്ഞാൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ്. അവിടെ 2020 ആ സീറ്റ് കൊടുത്തു. അതുപോലെ കോന്നി, അവിടെ K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 32,000 വോട്ടുകൾ നേടിയതാണ്. ഘടകകക്ഷിക്ക് ആ സീറ്റ് കൊടുത്തു. എന്തുകൊണ്ട്? അല്ല, ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, കണക്ടിങ് ദ ഡോട്ട് ടു മേക്ക് എ സ്റ്റോറിയാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ ഘടകകക്ഷി പാർട്ടി ഒരു സീറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് BDJS 31 സീറ്റ് ചോദിച്ചു. 22 സീറ്റിൽ 22 സീറ്റിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. അതിൽ കോന്നിയുണ്ട്. പക്ഷെ അവിടെ മത്സരിക്കുന്നത് BDJS കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് NDA-ൻ്റെ വർക്കായിരിക്കും. അവിടെ BJP-ൻ്റെ വർക്കും ഉണ്ട്, വർക്കേഴ്സും ഉണ്ട്. കാൻഡിഡേറ്റ് BDJS-ൻ്റെ ആണെങ്കിൽ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വാഡ്ര മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് പിടിക്കുന്നത്. ഇത് ആരെ പഠിപ്പിക്കുന്നത്? വയനാട്ടിൽ കോൺഗ്രസിൻ്റെ പ്രിയങ്ക ഗാന്ധി വാഡ്ര ജയിക്കുന്നത് കോൺഗ്രസ് വോട്ടുകൊണ്ടാണോ? മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൊണ്ടല്ലേ? അപ്പോൾ അവിടെ ദുർബലമായ കാൻഡിഡേറ്റ് ആണോ പ്രിയങ്ക ഗാന്ധി വാഡ്ര? ഇതെല്ലാം വെറുതെ ഒരു ഹാഫ് ട്രൂത്ത് എടുത്തിട്ട് ഒരു ഫുൾ നുണ ഉണ്ടാക്കുന്ന ഒരു ശ്രമം. അതായത് കോന്നിയിൽ ഇപ്പോൾ BJP കാൻഡിഡേറ്റ് മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഞങ്ങളുടെ തന്ത്രം അതല്ലേ? ഞാൻ ഇവിടെ സർവേകൾ നടത്തുന്നുണ്ടല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടോ സർവേയിൽ? ഞങ്ങളുടെ തന്ത്രം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കാൻഡിഡേറ്റ് തീരുമാനിക്കുന്നത്. തൃപ്പൂണിത്തറ. മഞ്ജുഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരും. മഞ്ജുഷ്, ഡീൽ ആരോപണം ഇങ്ങനെ കത്ത് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് മധ്യത്തിൽ. ഇപ്പോൾ 10 സീറ്റുകൾ ഡീലെന്ന് സതീശൻ പറയുന്നു. കോന്നിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അവിടെ നമുക്കറിയാം ഇത്തവണ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ്. സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലമാണ്. വോട്ടുകൾ നേടി A ക്ലാസ് മണ്ഡലമെന്ന് കരുതിയ സ്ഥലമാണ്. സ്വാഭാവികമായും അത്തരമൊരു സംശയം ഉയരും. രഞ്ജിത്ത്, 10 മണ്ഡലങ്ങളുടെ കാര്യം VD സതീശൻ എടുത്തു പറയുമ്പോൾ അത് പാലക്കാട് മണ്ഡലമാണല്ലോ. BJP-യെ സഹായിക്കുന്നതിന് വേണ്ടി CPM NMR റസാക്കിനെ നിർത്തിയിരിക്കുന്നു. അത് പാർട്ടി ചിഹ്നത്തിലല്ല എന്നുള്ള ആരോപണം കൊണ്ടുവരുന്നത്. അതിന് പകരമായിട്ട് BJP CPM-നെ സഹായിക്കുന്നതായി പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പത്തനംതിട്ട ജില്ലയിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോന്നിയാണ്. അപ്പോൾ പാലക്കാടിന് പകരം കോന്നി എന്ന രീതിയിലേക്ക് ആരോപണങ്ങളുടെ മുന നീളുകയാണ്. അതാണ് ഇന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്, ഞാനുമായി സംസാരിച്ചപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത്, കോന്നിയുടെ കാര്യം പറയാതെ പറ്റില്ല, ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. അത് പറയുമ്പോൾ ഞങ്ങൾ ഈ ഡീൽ എന്നുള്ള ആരോപണത്തിൽ മാത്രം കടിച്ചു നോക്കി നിൽക്കുന്നുവെന്ന് വിചാരിക്കരുത് എന്ന് അടൂർ പ്രകാശ് പറയുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ട് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീൽ എന്നുള്ള ആരോപണം UDF ഉന്നയിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് അടൂർ പ്രകാശിന്റെ വാക്കുകളിലും അതുപോലെ തന്നെ സതീശിന്റെ വാക്കുകളിലും കണ്ടത്. പിന്നെ കോന്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോന്നി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് BDJS-ഉമായുള്ള സീറ്റ് ചർച്ചയിൽ 22 സീറ്റുകൾ അവർക്ക് നൽകുവാൻ ധാരണയായി. അതിലൊന്ന് കോന്നിയായിരുന്നു. അതിലെന്ത് അത്ഭുതമാണ് ഉള്ളത് എന്ന് പറഞ്ഞൊഴിയുകയാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് K. സുരേന്ദ്രൻ 2 തവണ തുടർച്ചയായിട്ട് അവിടെ മത്സരിച്ചു. 2019 ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണത്തെ നിയമസഭ 2021 തെരഞ്ഞെടുപ്പിലും 2 തവണയും 30,000-ന് മുകളിൽ വോട്ടുകൾ നേടി. ആദ്യം 39,000 വോട്ടുകൾ നേടിയപ്പോൾ കഴിഞ്ഞ തവണ 32,000 വോട്ടുകൾ K. സുരേന്ദ്രന് കിട്ടിയതാണ്. എന്തുകൊണ്ട് അവിടെ BDJS-ന്റെ TP സുന്ദരേശന് ആ സീറ്റ് കൊടുത്തത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് UDF. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജനീഷ് കുമാർ തുടർച്ചയായിട്ട് അവിടെ ജയിച്ചു. 2019-ലും 2021-നും CPM-ന് സീറ്റ്, LDF-ന് സീറ്റ് നേടിക്കൊടുത്തതാണ്.
അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അടൂർ പ്രകാശ് ഇല്ല എന്നുള്ളതാണ്. 2011-ലും 2016-ലും മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011-ലും 2016-ലും അടൂർ പ്രകാശ് തുടർച്ചയായിട്ട് അവിടെ വൻ വിജയം നേടിയതാണ്. 72,000-ഓളം വോട്ടുകൾ ഒരു ഘട്ടത്തിൽ അടൂർ പ്രകാശ് നേടിയതാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കോൺഗ്രസിനെതിരെ വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അടൂർ പ്രകാശ് മത്സരരംഗത്ത് ഇല്ലാത്ത സമയത്താണ് കോൺഗ്രസിന്റെ വോട്ടുകൾ കുറഞ്ഞത്. അത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ കൂടി അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൂടി മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യം CPM കോന്നിയിൽ അടൂർ പ്രകാശിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കോന്നിയിൽ ഇപ്പോൾ മത്സരിക്കുന്ന ആളോട് താല്പര്യമില്ല. അതുകൊണ്ട് അടൂർ പ്രകാശ് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനീഷ് കുമാറിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി BJP വോട്ടുകൾ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഡീലാണ് CPM നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ കണക്കിന്റെ കളികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പാലക്കാടിന് പകരം കോന്നി BJP സഹായിക്കുമെന്ന രീതിയിലേക്ക് ആരോപണം കൊണ്ടുവരുവാൻ UDF-ന് കഴിയുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അത് എത്രമാത്രം വോട്ടർമാരിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. അടൂർ പ്രകാശ് പറയുന്നത് കോന്നി മാത്രമല്ല റാന്നിയും അങ്ങനെയുണ്ട്. നേരത്തെ സതീശനും ഉന്നയിച്ച കാര്യമാണ്. റാന്നിയിൽ 2020-ക്കാണ് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. റാന്നിയിൽ നിസാരമായ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചത്, പ്രമോദ് നാരായൺ ജയിച്ചത്. ഇത്തവണ പക്ഷേ ആ വിജയം സുഗമമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ 2020-യുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നാണ്. നേരത്തെ BDJ സ്ഥാനാർത്ഥി അവിടെ കാര്യമായ വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ് റാന്നി. അത് മാറ്റിക്കൊണ്ട് പത്തനംതിട്ടയിലെ ഈ റാന്നി മണ്ഡലം 2020-ക്ക് ഒരു സ്വാധീനവും റാന്നിയിലില്ല, അങ്ങനെ ഒരു പാർട്ടിക്ക് ഘടകകക്ഷി കൊടുത്തിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ ഡീൽ ആരോപണം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കുവാൻ കൂടുതലായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ BJP തന്നെയാണ്. ഞങ്ങളുടെ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കും. പക്ഷെ അങ്ങനെ ഞങ്ങളുടെ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുമ്പോൾ അവിടെ BJP-യുടെ വോട്ടുകൾ പരമാവധി ആ ഘടകകക്ഷികൾക്ക് കിട്ടും. അങ്ങനെ ആ ഘടകകക്ഷികളുടെ വോട്ട് കൂടും. സ്വാഭാവികമായിട്ടും കോന്നിയിലും BDJS-ന് ഇത്തവണ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നുള്ള അവകാശവാദമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊരു ഡീൽ ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി BJP-യും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പാലക്കാട് പോലെ തന്നെ കോന്നി മണ്ഡലവും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇവിടെ ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് ആഗ്രഹിക്കുമ്പോൾ, UDF ആഗ്രഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡീലിലൂടെ CPM LDF അവർ വിജയം ഉറപ്പിക്കും എന്ന രീതിയിലുള്ള പ്രചാരണം മറുവശത്ത് ഉണ്ടാകുന്നു. പക്ഷേ ഇത് വോട്ടർമാർ അംഗീകരിക്കില്ല, ഞങ്ങളെ തന്നെ ജയിപ്പിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ UDF ക്യാമ്പുകൾ പറയുന്നത്. ഏതായാലും ഡീൽ ആരോപണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ കത്തി പടരുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ കടുത്ത വാക്പോര്. നാടുനീളെ വ്യഭിചരിച്ച് നടക്കുന്നയാളെ ന്യായീകരിച്ച ആളാണ് പ്രതിപക്ഷ നേതാവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരുന്നു. നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ഉദ്ബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു. അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തു. എന്തൊരു സംഘമായിട്ടാണത് മാറിയത്? നിങ്ങളൊക്കെ സാംസ്കാരിക കേരളത്തിന് അത്ഭുതനല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യം വന്നത്? ഒന്ന് കണ്ണാടി നോക്കിയാൽ മതിയെന്നും PT കുഞ്ഞുമുഹമ്മദിനെ കണ്ടാൽ മതിയെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. M മുകേഷിനും KB ഗണേഷ് കുമാറിനുമെതിരായ പരാതികളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരുന്നുവെന്നും സതീശൻ ചോദിച്ചു. സ്വയം കണ്ണാടി നോക്കിയാൽ മതി പിണറായി വിജയൻ. സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ അല്ലേ? 2 കൊല്ലം MLA-ക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും എടുക്കാത്ത, എനിക്ക് വിഷമമുണ്ടാക്കിയിരുന്നു, എനിക്ക് എന്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ്. എങ്കിലും ആ തീരുമാനം കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് എടുത്തത്. പരാജയ ഭീതിയിൽ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്നും AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കോന്നിയിൽ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ചയാളോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ വിഷയത്തിലായിരുന്നു KC-യുടെ വിമർശനം. മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്ന് ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്.
സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണം. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണം. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ഇവിടെ സുധാകരനെതിരെ. എന്നാൽ സമനില തെറ്റിയത് തനിക്കല്ലെന്നും ആർക്കാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകൾ, ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അതല്ല എനക്കറിയാതൊക്കെ. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ ഇടത് പ്രവർത്തകരോട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം. ജനങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ ശൈലിയാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ പ്രതികരണം ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ അടൂരിൽ നടന്ന ഇടതു സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിടെയാണ് നമ്മളിപ്പോൾ കണ്ട ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. സ്വന്തം പാർട്ടി പ്രവർത്തകനെ തന്നെ മുഖ്യമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയതിലൂടെ അധിക്ഷേപിച്ചു. മുഖ്യമന്ത്രിയുടെ ശൈലി അടക്കം വലിയ രീതിയിൽ വിവാദമുയർത്തുകയും ചർച്ചയാവുകയും ചെയ്യുകയാണ്. മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്ന് ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണം. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണം. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ഇവിടെ സുധാകരനെതിരെ. പക്ഷേ ഇതിനിടയിൽ മുഖ്യമന്ത്രി സംഭവത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇത് ഒരു പൊതുപരിപാടിയിൽ സ്വാഭാവികമായി പുലർത്തേണ്ട അച്ചടക്കമാണ്, അച്ചടക്കം വേണം, അതാണ് താൻ ചൂണ്ടിക്കാട്ടിയത് എന്നതാണ് മുഖ്യമന്ത്രി ഇതിനെ ന്യായീകരിക്കുന്നത്. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അതല്ല എനക്കറിയാതൊക്കെ. അത് അവിടെ ആരെങ്കിലും എന്നെ എതിർക്കാൻ വേണ്ടിയോ LDFനെ എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവുമല്ലോ, പലതരത്തിലാണല്ലോ ആവേശം വരിക. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അല്ല, ഞാനൊക്കറിയാതെ പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മളൊരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി. മുഖ്യമന്ത്രി ഇത്തരം ന്യായീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് മുഖ്യമന്ത്രിയുടെ പല ശൈലീ പ്രയോഗങ്ങളും പ്രതിപക്ഷത്തിന് ആയുധമായി മാറിയിരുന്നു. അതിലേറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി ഇത് മാറുകയാണ്. UDF നേതാക്കളുടെ, ഉമ്മൻചാണ്ടി അടക്കമുള്ള UDF നേതാക്കളുടെ കഴിഞ്ഞകാല സമാന സംഭവങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണവും പിണറായി വിജയൻ്റെ ഇടപെടലും താരതമ്യം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമൊക്കെയാണ് UDF നേതാക്കളിൽ നിന്നും ഉണ്ടാവുന്നത്. പണ്ട് പറയാറുണ്ടല്ലോ, അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ഓൾ ഇന്ത്യ റേഡിയോയോട് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഒരാൾ ചോദ്യം ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞത്. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. വീട്ടിൽ പോയിട്ടല്ല, തെരുവിലിറങ്ങി ജനങ്ങൾ ചോദ്യം ചോദിക്കും. തെരഞ്ഞെടുപ്പ് കൊഴുക്കുമ്പോൾ, പ്രചരണരംഗം കൊഴുക്കുമ്പോൾ നേതാക്കളുടെ ഓരോ വാക്കുകളും പ്രയോഗങ്ങളും പോലും വലിയ തരത്തിലുള്ള പ്രചരണ ആയുധങ്ങളായി മാറുകയാണ്. മുഖ്യമന്ത്രി നേരത്തെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് നടത്തിയ പല പരാമർശങ്ങളും വിവാദങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. ഇതിനെ പിന്നീട് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ UDFന് മുന്നിൽ ഇതും ആയുധമായി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇത്തരമൊരു ശൈലിയെ രാഷ്ട്രീയ സാധ്യതയാക്കി മാറ്റാനാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാവുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ നിരവധി വിവാദങ്ങൾ ഉയർന്നു വരാൻ തന്നെയായിരിക്കും സാധ്യത. ചോദ്യം ചോദിച്ച ആളോടുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ഏകാധിപത്യ ശൈലിയുടെ ഭാഗമെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയുടേത് പതിവ് ശൈലി, യഥാർത്ഥ പിണറായി പുറത്തുവന്നു. പാലക്കാട് CPM BJP ഡീൽ ഉണ്ടെന്നും ഡീൽ എവിടെയൊക്കെയെന്ന് കൃത്യമായി പറയുന്നില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.
അത് അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയാണ്. മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്നല്ലേ പറഞ്ഞു, ബിഷപ്പിനോട് നീർഷജീവി എന്നല്ലേ ബിഷപ്പിനെ വിളിച്ചത്. പ്രേമേന്ദ്രനെ വിളിച്ച വാക്ക് പറയാൻ പറ്റുമോ? ജി സുധാകരനെ വിളിച്ച വാക്ക് പറയാൻ പറ്റുമോ? പുറത്തു പറയാൻ പറ്റും. ജി സുധാകരനെ ഏറ്റെടുക്കും. ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടലിൽ ജനിച്ചവൻ എന്ന് ജി സുധാകരൻ അതൊരു അംഗീകാരമായിട്ട് ഏറ്റെടുത്തു. ഇപ്പോൾ ഇതാ ഒരു സാധാരണ CPM പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ യോഗത്തിൽ നിന്ന് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് വീട്ടിൽ പോയി പറയുന്ന സമീപനം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ശൈലിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരെ ക്രമിക്കുകയും പ്രധാനമന്ത്രിക്കെതിരെ അക്ഷരം പറയാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ ഇതിന്റെ പ്രകടമായ തെളിവാണ്. പാലക്കാട് ഉൾപ്പെടെ സംശയിക്കേണ്ട, കരുതേണ്ട പല മണ്ഡലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോന്നിയിലെ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയോട് ചോദ്യമുന്നയിച്ച സംഭവം രാഷ്ട്രീയ വിവാദമായതോടെ വിശദീകരണവുമായി ചോദ്യം ചോദിച്ച കോന്നി സ്വദേശി ദാസ് രംഗത്ത്. മുഖ്യമന്ത്രിയോട് ആവേശം കൊണ്ട് ചോദിച്ചതാണ്, തെറ്റ് തന്റെ ഭാഗത്താണ്, താൻ എന്നും പാർട്ടി പ്രവർത്തകനാണെന്നും ദാസ് പറഞ്ഞു. കോന്നിയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗമാണ്. ആ യോഗത്തിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ച വ്യക്തിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അത് ദാസാണ്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ദാസാണ് ആ ചോദ്യം ചോദിച്ചത്. എന്തായാലും ആ ചോദ്യം പിന്നീട് വിവാദമാവുകയും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദാസ് നമ്മോടൊപ്പം ചേരുന്നത്. ദാസ്, എന്താണ് അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം? അദ്ദേഹം 10 വർഷം നടത്തിയ ഒരുപാട് വികസനങ്ങൾ നടത്തി. ആ വികസനം കാരണം വീണ്ടും തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ചു. വീണ്ടും ഒരുപാട് വികസന ലക്ഷ്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇതായിരുന്നു, അടുത്ത 5 വർഷം ഭരണം കിട്ടിയാൽ കിഫ്ബിയുടെ ഫണ്ട് 20,000 കോടി മുടക്കി വികസനം ചെയ്തിരിക്കുന്നു. കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ഞാൻ പേപ്പറിൽ കൂടെ ഒക്കെ വായിച്ചറിഞ്ഞാണ്. അപ്പോൾ മുന്നോട്ടുള്ള വികസന 5 വർഷം എങ്ങനെ ഫണ്ട് കണ്ടെത്തും എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ മറുപടി അത് നമ്മളെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. പക്ഷെ അത് നമ്മളെ വേദനിപ്പിച്ചോ? ഇല്ലില്ല, ഒരിക്കലുമില്ല. കാരണം ഞാൻ ചോദിക്കാൻ പറ്റിയ വേദിയല്ലായിരുന്നു അത്. കാരണം ആ വേദി കാരണം പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഞാൻ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമായിട്ടാണ് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഈ അവിടെ ആ യോഗം തീരുന്നവരെ ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് പോലീസ് ഇറക്കി വിട്ടു എന്നൊക്കെ വാർത്തകൾ പറഞ്ഞു. ശരിയാണോ? ഇല്ലില്ല, ഞാൻ ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിൽ കസേരയിലിരിക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എണീറ്റ് വന്നാണ് സ്റ്റേജിൻ്റെ അരികെ വന്ന് ചോദ്യം ചോദിക്കുന്നു. തിരിച്ച് പുള്ളി മറുപടി പറയുന്നു. ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ആ സ്റ്റേജിൽ നിന്ന് പരിപാടി പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ വണ്ടിക്കാണ് പോയതും വന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടുണ്ട്, അത് കേട്ടിരുന്നു, TV കണ്ടിരുന്നു. എനിക്ക് കാരണം ഞാൻ തെറ്റെൻ്റെ ഭാഗത്തായതുകൊണ്ട് എനിക്ക് അതിനകത്ത് യാതൊരു വിഷമവും യാതൊരു സങ്കടവും എൻ്റെ മനസ്സിലില്ല. കോന്നിയിൽ നിന്നും ശശി നാരായണ, ന്യൂസ് 18. പാലക്കാട് ഡീൽ ആരോപണത്തിൽ പ്രതികരിച്ച് പിണറായി വിജയൻ. മുസ്ലിം നാമധാരിയെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ടാണോ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്? രാജസ്ഥാനിലെ രാജ്യസഭാംഗത്വം രാജിവെച്ച് BJPയെ സഹായിച്ചത് KC വേണുഗോപാലാണ്. അത് ഒരുതരം ഡീലല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? അവിടെ 1996 പാലക്കാട് മണ്ഡലത്തിൽ, ഇന്നത്തെ മണ്ഡലത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും, LDF ജയിച്ചിരുന്നു. ആരായിരുന്നു സ്ഥാനാർത്ഥി? നൌഷാദ്. ഇന്ന് പാലക്കാട് പ്രധാനപ്പെട്ട ഒരു പാർട്ടി നേതാവാണ്. അദ്ദേഹവും മുസ്ലിം നാമധാരിയാണല്ലോ. എങ്ങനെയാണത് BJP ആയിട്ട് ഡീലായിട്ട് മാറുക? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നില്ലേ അദ്ദേഹം? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ BJP ആണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. BJP ജയിച്ചു വരുന്നത് രാജ്യസഭയിലെ അംഗബലം അന്ന് കുറവുണ്ട്. ആ അംഗബലം കുറഞ്ഞത് നികാൻ BJPക്ക് അനുകൂലമാണ്. അത് BJPയെ സഹായിക്കലാണല്ലോ. ഒരുതരം ഡീലല്ലേ? G. സുധാകരനെ താൻ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുധാകരന്റെ രാഷ്ട്രീയ ചെറ്റത്തരമെന്നാണ് പറഞ്ഞത്. അത് നിലപാടിന്റെ ഭാഗമായി പറഞ്ഞ കാര്യം വിവാദമാക്കിയതിന് പിന്നിൽ
മനോരമയുടെ അജണ്ടയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ ചിറ്റില്ല. അതാണ് ഇതിന്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെന്താ, ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ പറയുന്നില്ലേ, ചെറ്റത്തരം കാണിച്ച ചെറ്റത്തരം പറയില്ലേ, അതല്ലേ ഉണ്ടായത്. അതിന്റെ അർത്ഥം അയാളെ ചെറ്റാന്ന് വിളിച്ചു എന്നാണോ? അയാളുടെ പേര് മാറ്റി വിളിച്ചു എന്നാണോ? അയാളെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അങ്ങനെ പേരെടുത്തുകൊണ്ട് ആക്ഷേപിക്കുന്നതേ ഉണ്ടായോ? പക്ഷെ നിലപാടുകളുടെ വഞ്ചനയില്ലേ, വഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോ, വഞ്ചകൻ, വർഗവഞ്ചകൻ എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? അതൊക്കെ നിലപാടുകളുടെ ഭാഗമായി പറയുന്ന കാര്യമല്ലേ, സ്വാഭാവികമായിട്ട് പറയില്ലേ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. മലയാള മനോരമയാണ് അത്, മലയാള മനോരമയാണല്ലോ ഇതിനു വേണ്ടിയുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരാണല്ലോ നമ്മുടെ പ്രതിപക്ഷത്തിലുള്ളവർ. അതിന്റെ ഭാഗമായി മലയാള മനോരമ പറഞ്ഞിട്ടാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതെന്തോ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു കലാകാരനെ കോമാളി എന്ന് വിളിക്കുന്ന തരത്തിൽ CPM തരം താണുവെന്ന് VD സതീശൻ. ഇവരുടെ നാവിൽ നിന്ന് വീണ വൃത്തികെട്ട വാക്കുകൾ തുടച്ചു മാറ്റാൻ സാംസ്കാരിക ഹരിതകർമ്മസേന ഉണ്ടാക്കേണ്ടി വരുമെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി കാർഡല്ല, സർക്കാരിന്റെ നേറ്റിവിറ്റി കാർഡാണ് ചർച്ചയാകുന്നതെന്ന് ബേപ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ്. തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ നേറ്റിവിറ്റി കാർഡാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുകൊണ്ട് SIR തടയാനുള്ള വിജ്ഞാപനം ഇറക്കിയില്ലെന്നും റിയാസ് പറഞ്ഞു. അപരന്മാരെ ഭയമില്ലെന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് തനിക്കെതിരെ അപരന്മാരെ നിർത്തിയെന്ന് PV അൻവർ. പരാജയ ഭീതി കൊണ്ടാണ് അപരന്മാരെ ഇറക്കിയത്. അപരന്മാരെ ഭയമില്ല, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും കുറവുണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടലെന്നും PV അൻവർ പറഞ്ഞു. കാസർഗോഡ് മൈലാട്ടി ദേശീയപാതക്കരികിൽ സ്ഥാപിച്ച LDFന്റെ പ്രചാരണ ബോർഡ് നശിപ്പിച്ചതായി പരാതി. പ്രചാരണ ബോർഡിൽ മുഖ്യമന്ത്രിയുടെ മുഖം കീറിയെടുത്ത നിലയിലാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രചാരണ ബോർഡാണ് നശിപ്പിച്ചത്. മൈലാട്ടിയിൽ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ ലേബർ ക്യാമ്പിന് സമീപത്തുള്ള ബോർഡ് കീറിയത് CPIM പനയാൽ ലോക്കൽ സെക്രട്ടറി O നാരായണൻ നൽകിയ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJP പ്രവർത്തകരാണ് പ്രചാരണ ബോർഡ് നശിപ്പിച്ചതെന്നാണ് പരാതി. കാസർഗോട്ട് മൈലാട്ടിയിൽ സ്ഥാപിച്ച മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോർഡാണ് നശിപ്പിച്ചത്. മറ്റു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ് എന്ന് ഷാഫി പറമ്പിൽ MP. കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രിയാകും കേരളത്തിലുണ്ടാവുക. വീട്ടിൽ പോയി ചോദ്യം ചോദിക്കാൻ പറഞ്ഞവരെ ജനം ഇത്തവണ വീട്ടിലിരുത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വീടിനുള്ള ജപ്തി നോട്ടീസിൽ വൈകാരികമായി പ്രതികരിച്ച് MK മുനീർ. വീട് പുനർനിർമ്മിക്കാനാണ് വായ്പയെടുത്തത്. മറ്റൊരു വീട് വിൽക്കേണ്ടിയേ വന്നു. 70 ലക്ഷത്തിൽ 58 ലക്ഷത്തോളം തിരിച്ചടയ്ക്കാനുണ്ട്. വ്യക്തിപരമായ കാര്യമായതിനാൽ പാർട്ടിയോട് പറയുന്നു ശരിയല്ല. കഴിയുമെങ്കിൽ ആരും വായ്പ എടുക്കരുത്. ഇന്ത്യ വിഷൻ ചാനൽ നടത്തിപ്പിലും ബാധ്യതയുണ്ടായി. കച്ചവടം തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് തീർക്കാൻ എന്തെങ്കിലും വഴി തെളിയുമെന്ന് മുനീർ പറഞ്ഞു. ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരെ പട്ടികജാതി വിഭാഗമായി കാണാനാവില്ലെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു. ഹിന്ദു, സിഖ്, ബുദ്ധമതങ്ങളിലേക്ക് അല്ലാതെ മറ്റു മതങ്ങൾ സ്വീകരിക്കുന്ന ആരെയും പട്ടികജാതി അംഗമായി കണക്കാക്കാനാവില്ല എന്നും മറ്റേതെങ്കിലും മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് പട്ടികജാതി പദവി നഷ്ടപ്പെടുന്നതിനുള്ള കാരണമാകുമെന്നും കോടതി വ്യക്തമാക്കി. സുപ്രധാനമായ കോടതിയുടെ നിരീക്ഷണമാണ്, വിധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആന്ധ്ര ഹൈക്കോടതിയുടെ വിധി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രീസിഡന്റായി കണക്കാക്കി കോടതി അത് ശരിവെക്കുകയായിരുന്നു. മതപരിവർത്തനം ജാതി പദവി നഷ്ടമാകാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. കിരണ്, വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്, സംശയമില്ല ഇത്. എന്താണ് വിശദാംശങ്ങൾ?
രഞ്ജിത്ത്, അത് തന്നെയാണ് വളരെ വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആന്ധ്ര ഹൈക്കോടതിയുടെ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നത്. ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ പട്ടികജാതി വിഭാഗമായി കണക്കാക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അത് കണക്കാക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആന്ധ്ര ഹൈക്കോടതിയുടെ വിധി. അതിപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. 1950 ഭരണഘടനാ ഉത്തരവ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ ഉത്തരവിന് കീഴിലുള്ള തടസ്സം സമ്പൂർണ്ണമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1950 ഉത്തരവിൽ ക്ലോസ് 3 വ്യക്തമാക്കിയിട്ടില്ലാത്ത മതങ്ങളിലേക്ക്, ആ ക്ലോസ് 3 വ്യക്തമാക്കിയിട്ടുള്ളത് 3 മതങ്ങളാണ്. ഒന്ന് ഹിന്ദു മതം, അല്ലെങ്കിൽ സിഖ് മതം, അല്ലെങ്കിൽ ബുദ്ധമതം. ഈ 3 മതങ്ങളാണ് ക്ലോസ് 3 ഈ ക്ലോസ് 3 വേറെ ഏതെങ്കിലും മതത്തിലേക്കാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ മതപരിവർത്തനം നടത്തുമെങ്കിൽ, അയാൾ ആ വിശ്വാസ പ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് പട്ടികജാതി പദവി ഉണ്ടായിരിക്കില്ല, പട്ടികജാതി സ്റ്റാറ്റസ് ഉണ്ടായിരിക്കില്ല എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകൾ വിവിധ കാലങ്ങളിൽ മതപരിവർത്തനം നടത്തുകയും മതപരിവർത്തനം നടത്തി പിന്നീട് ആ മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് തിരിച്ചു വരികയും ആ മതത്തിൽ തന്നെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ആ മതപരിവർത്തനം നടത്തിയാലും പട്ടികജാതി വിഭാഗം അനുഭവിക്കേണ്ടി വരുന്ന സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പട്ടികജാതി പദവി തുടരും എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള വ്യവസ്ഥ. സുപ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് മുമ്പുണ്ടായത് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല, അദ്ദേഹത്തിനെ അയോഗ്യനാക്കണം എന്നുള്ള കേസുണ്ടായിരുന്നു. അത് 2011 എ.കെ. പട്നായിക്കും ജസ്റ്റിസ് എ.കെ. പട്നായിക്കും അൽത്തമാസ് കബീറും എൻ്റെ ബെഞ്ച് അന്ന് വിധിച്ചത്. മറിച്ചാണ് അദ്ദേഹം ഉച്ചനീചത്വം അനുഭവിക്കുന്ന മതം മാറിയിട്ടുണ്ടെങ്കിലും ഉച്ചനീചത്വം അനുഭവിക്കുന്ന വിഭാഗത്തിൽ തന്നെയാണ് തുടരുന്നത്. അത് പട്ടികജാതി സ്റ്റാറ്റസ് അദ്ദേഹത്തിന് തുടരുന്നുണ്ട്. അദ്ദേഹം 4 തവണ അതിന് മുമ്പ് മത്സരിച്ച് ജയിച്ചതുമെല്ലാം പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്. ആ നിയമമായിരുന്നു ഇതുവരെയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സുപ്രീം കോടതിയിലെ ഈ വിധിയോടുകൂടി ഇനി മതപരിവർത്തനം നടത്തിയ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പട്ടികജാതി പദവി ലഭിക്കില്ല എന്നതാണ് ഈ പുതിയ വിധിയുടെ പ്രത്യേകത. അത് ഇന്ത്യയിൽ വലിയ തരത്തിൽ സാമൂഹിക പ്രത്യാഘാതങ്ങളും വലിയ തരത്തിലേക്കുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിധി കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു. സമാധാന ചർച്ചകൾ നടന്നുവന്ന ട്രംപിന്റെ വാദം തള്ളിക്കളഞ്ഞതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് വ്യാപക ആക്രമണം നടത്തി ഇറാൻ. ടെൽ അവീവിൽ ഉൾപ്പെടെ കനത്ത നാശമുണ്ടായി, നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ റോക്കറ്റ് ആക്രമണവും ശക്തമാണ്. സംഘർഷം കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില 100-ന് മുകളിലേക്ക് ഉയർന്നു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നു ആക്രമണം പൂർണ്ണമായും നിർത്തിയെന്ന്, ഇറാൻ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല. മറ്റൊന്ന്, ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല. ടെഹ്റാന്റെ ചില ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണോ ഇപ്പോൾ ഇറാൻ കാര്യങ്ങൾ കടുപ്പിക്കുന്നത്? ഇസ്രായേലിന്റെ പല മേഖലകളിലും ഇപ്പോൾ ആക്രമണം കടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടെല്ലവീവിൽ ഉൾപ്പെടെ കടുത്ത ആക്രമണമാണ് നടന്നത്. ടെല്ലവീവിൽ നഗരത്തിൽ 4 ഇടങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഈ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ചില വാഹനങ്ങൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചു. ഇതിന്റെ പല ചിത്രങ്ങളും വീഡിയോകളും അടക്കം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ 6 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നത്. മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും ഇക്കാര്യത്തിൽ ലഭ്യമല്ല. തെക്കൻ ഇസ്രായേലിലേക്കും ആക്രമണം കടുത്തിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. നേരത്തെ ആക്രമണം നടന്ന അരാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്കായിരുന്നു നിലവിലും ആക്രമണം നടന്നതെന്നാണ് വിവരമുള്ളത്. അതുപോലെ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ് ഈ വടക്കൻ ഇസ്രായേലിൽ നടന്നത്. ലെബനനിൽ ഈ ഇസ്രായേലിന്റെ കടന്നാക്രമണം തിരിച്ചാക്രമണവും തുടരുന്നുണ്ട്. തെക്കൻ ലെബനൻ പ്രദേശത്ത് നിന്ന് ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ഇസ്രായേൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരമുള്ളത്. ഹിസ്ബുള്ള ഗ്രൂപ്പ് തിരിച്ചുള്ള ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. 2 പേർ ഇതുവരെ ലെബനനിൽ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് കൂടുതൽ വിവരമുള്ളത്. ഇതിനിടെ സ്ഥിരീകരിക്കാത്ത മറ്റ് ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി അദ്ദേഹം ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള ഒരു നിർദ്ദേശം വച്ചതായിട്ട് ചില അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് ഈയൊരു വിഷയത്തിൽ ഇതുവരെ ഇറാൻ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇറാന്റെ ഔദ്യോഗിക മന്ത്രാലയം യാതൊരുവിധ ഇത്തരം വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ചില അറേബ്യൻ മാധ്യമങ്ങളിലാണ് ഇത്തരമൊരു വിവരം നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. മുജ്തബ ഖമനേയി ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ളൊരു കാര്യം മാത്രം. അതുപോലെ ഇറാന്റെ ചില വിദേശകാര്യ മന്ത്രാലയത്തിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് CBS ന്യൂസ് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് US-ൽ നിന്ന് ഇറാന് നിലവിൽ സമാധാന
സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചില മധ്യസ്ഥർ വഴിയാണ് ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചതെന്നാണ് CBS ന്യൂസ് ഇറാനിലെ മുതിർന്ന വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഇരുവരുമായിട്ടുള്ള ചർച്ചയിൽ നിലവിൽ മുന്നോട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മേഖലയിലെ ആക്രമണങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അത് നടത്താൻ തയ്യാറാണ് എന്ന് അബ്ബാസ് അരക്ചി അറിയിച്ചതായിട്ടാണ് നിലവിൽ ആ ഒരു ചർച്ചയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഈ സമാധാന ചർച്ചകൾ അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ചില ഇറാനിയൻ മിനിസ്റ്റേഴ്സുമായി നടത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അത് ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരം ചർച്ചകൾ നടന്നേക്കും എന്നുള്ള വിവരങ്ങളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള പ്രതികരണം ഇതെല്ലാം തള്ളിക്കളയുന്നതായിരുന്നു. ഇത്തരം ചർച്ചകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് US സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാനും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുമാണ് എന്നാണ് ഇറാന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ വില ട്രംപിന്റെ ആ പ്രസ്താവനയോടെ ഇന്നലെ 10% കുറഞ്ഞ് $90 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലെത്തിയിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും അത് കൂടി $103.69 എന്നുള്ള നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതാണ് സാഹചര്യം. അജയ് സുധാബിജു വിവരങ്ങൾ പങ്കുവച്ചു. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്ന് വീണുള്ള അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. 66 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിൽ പെറുവിനോട് ചേർന്നാണ് അപകടമുണ്ടായത്. ഹെർക്കുലീസ് C-130 വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് തകർന്നത്. ആകെ 128 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ടവരിൽ 58 സൈനികരും 6 വ്യോമസേനാ ഉദ്യോഗസ്ഥരും 2 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഉള്ളത്. ബാക്കിയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. വിമാനം തകർന്നത് വനമേഖലയിലായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി സംഭവിക്കുന്നുണ്ട്. സംഭവത്തിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ദുഃഖം രേഖപ്പെടുത്തി. തട്ടിപ്പ് കേസിൽ നടനും ആർട്ടിസ്റ്റും സ്റ്റേജ് ആർട്ടിസ്റ്റുമായ കലാഭവൻ സോബി ജോർജ് അറസ്റ്റിൽ. ഊന്നുകൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ ശേഷം മുങ്ങുകയായിരുന്നു എന്നാണ് പരാതി. വിവിധ സ്റ്റേഷനുകളായി 150 കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. സോബി ജോർജിനെതിരെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തനിക്കെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസുകളാണെന്നാണ് സോബി ജോർജിന്റെ വിശദീകരണം. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞത് മുതൽ തന്നെ വേട്ടയാടുന്നുണ്ട്. ഇതിലൊന്നും പേടിക്കില്ലെന്നും ബാലഭാസ്കർ കേസിൽ പോരാട്ടം തുടരുമെന്നും സോബി ജോർജ് വ്യക്തമാക്കി. ലോകത്ത് ഒരാളും സാക്ഷി പറയാൻ പോരുത്. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ് അന്ന് തൊട്ട് തുടങ്ങിയത് ഈ കോടതിയേറ്റവും ഈ ജയിലും. ഇത് ഒന്നും കണ്ടിട്ട് സോബി പേടിച്ച് ബാലഭാസ്കർ കേസിൽ നിന്ന് പിന്മാറുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എഴുതാമെന്നാരും നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല. നമ്മള് ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്ന് തുടങ്ങിയതായി ദുരിതം കേട്ടോ. ഇത് കണ്ടിട്ടൊന്നും ഞാൻ പേടിക്കുന്നത് ഓർക്കണ്ട. നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ എഴുതിക്കോ. ഞാൻ കണ്ട് സത്യമുള്ള ബാലഭാസ്കർ കേസ് തെളിയിച്ചിട്ട് ഞാൻ ലോകത്തുനിന്ന് പോകുള്ളൂ. ഇന്ന് അറസ്റ്റ് ചെയ്താലും 2022 ചെക്ക് കേസിനാണ്. വെറുതെ നിങ്ങൾ എഴുതിക്കോ, എനിക്കൊന്നും കുഴപ്പമില്ല. അല്ലെന്ന് എത്ര കേസ് നിങ്ങൾ നോക്കാം. നിങ്ങൾ ആരാ പറഞ്ഞേ അല്ലെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയായിട്ട് 4 മാസം ജയിലിൽ കിടന്ന് ഇറങ്ങി പോകുന്ന അപ്പൊ ഈ വാറണ്ടൊക്കെ അന്നേരം നടക്കണ്ടേ? നിങ്ങൾ ചുമ്മാ കഥ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ. പക്ഷെ ബാലഭാസ്കർ കേസിൽ അവസാനം ഞാൻ ജയിക്കും. ഇതൊന്നും കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കണ്ട. വയനാട് വടക്കനാട് കൊലയാളിയായ മുട്ടിക്കൊമ്പൻ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം 3ാം ദിനവും ഫലം കണ്ടില്ല. ജനവാസ മേഖലയ്ക്ക് അടുത്ത് വനത്തിൽ കണ്ടെത്തിയെങ്കിലും മുട്ടിക്കൊമ്പൻ വീണ്ടും കാട് കയറി. 4 റേഞ്ചുകളിലായി 70-ലധികം RRT ഉദ്യോഗസ്ഥരും സംഘമാണ് ദൗത്യത്തിനായി എത്തിയത്. 5 കുങ്കിയാനകളും എത്തിയിട്ടുണ്ട്. പാചകവാതക ക്ഷാമം കാരണം ഹൈറേഞ്ചിലെ ഹോട്ടൽ മേഖലയെ കൂടുതൽ പ്രതിസന്ധി. സിലിണ്ടർ ക്ഷാമത്തെ തുടർന്ന് കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യമെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. പ്രതിസന്ധി രൂക്ഷമായതോടെ അയൽ സംസ്ഥാനത്തേക്കുൾപ്പെടെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാവുകയാണ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിന്റെ പ്രതിസന്ധി ഹൈറേഞ്ചിലും കാര്യമായി ബാധിച്ചു. പാചകവാതകത്തിന്റെ ദൗർലഭ്യമാണ് പ്രധാന പ്രശ്നം. LPG ക്ഷാമം ഏറ്റവും അധികം ബാധിച്ചത് ഹോട്ടൽ മേഖലയാണ്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ചെറുതും വലുതുമായി 100-ലധികം ഭക്ഷണശാലകൾ മലയോര മേഖലകളിൽ മാത്രം അടച്ചുപൂട്ടി. സ്ഥാപനങ്ങൾ പലതും പൂട്ടിയതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള 100 കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിലും നഷ്ടമായി. ഈ വ്യവസായം മുന്നോട്ട് പോകാൻ ഒരു വിധത്തിലും കഴിയാത്ത ആയിത്തീർന്നിരിക്കുകയാണ്. മിക്കവാറും ഒരു 80% ഹോട്ടലുകളും അടഞ്ഞ നിലയിലാണ്. ഓടിപ്പോകുന്നത് തന്നെ പരിമിതമായ മെനു വെച്ചാണ് ഓടിക്കുന്നത്. വിറകൊക്കെ യൂസ് ചെയ്യാനുള്ള
ഉപയോഗിക്കാനുള്ള പരിമിതികളുണ്ട് പല ഹോട്ടലുകൾക്കും. ആ നിലയ്ക്ക് ഈ വ്യവസായം വളരെ പ്രതിസന്ധിയിലാണ്. അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടുതലും വർക്ക് ചെയ്യുന്ന ഈ മേഖലയിൽ അവർക്ക് തൊഴിലില്ലാതെ വന്നതുപോലും തൊഴിലാളികൾ അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വന്നാൽ ഗ്യാസിനേക്കാളും വലിയ പ്രതിസന്ധി തൊഴിൽ ഇടക്കുണ്ടാകും. ഹോട്ടലുകൾ പൂട്ടിയതോടെ അയൽ സംസ്ഥാനത്തെത്തിയ തൊഴിലാളികളെല്ലാം നാട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. പാചകവാതക ക്ഷാമം താമസിയാതെ പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ പറയുമ്പോഴും സ്ഥാപന ഉടമകൾക്ക് ആശങ്കയാണ്. ഹോട്ടലുകൾ തുറക്കേണ്ട സമയത്ത് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സ്ഥിതി വരുമെന്നാണ് സ്ഥാപന ഉടമകൾ പറയുന്നത്. ഇതിനിടെ തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ പതിവ് വിഭവങ്ങളുടെ എണ്ണം കുറച്ചു. വിനോദസഞ്ചാര മേഖലയിലെ ഹോട്ടലുകളിൽ മുൻകൂട്ടിയുള്ള ബുക്കിംഗ് നിർത്തിവെച്ചു. സ്കൂളുകളിൽ മധ്യവേനൽ അവധിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഹൈറേഞ്ചിലെ വിനോദസഞ്ചാര മേഖലയും കടുത്ത പ്രതിസന്ധിയിലായി. ന്യൂസ് 18 ഇടുക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,865, പവന് 1,02,920. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,630, പവന് 85,040. വെള്ളി ഗ്രാമിന് 235, കിലോയ്ക്ക് 2,35,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവ് കാണാം. പകൽ വാർത്ത അവസാനിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.